ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഓണപ്പരീക്ഷേൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെല്ലാം ഈ 5ാം ക്ലാസ്സിലെ എക്സാം നന്നായിട്ട് എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടന്നാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു പാരഗ്രാഫ്, സ്റ്റോറിയോ പോയം എന്തെങ്കിലും തരും. അതിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കിയാലോ. റീഡ് ദ പോയം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫ്രണ്ട്സ് ഫോർ എവർ എന്നാണ് ഇവിടെ പോയത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, we play on swings and slide on grass. ഓക്കെ, നമ്മൾ ഊഞ്ഞാൽ ആടുകയും പിന്നെ പുല്ലുകളുടെ ഇടയിൽ കൂടെ സ്ലൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ടേക്ക് ഫണ്ണി സെൽഫീസ്, ഷെയർ അവർ ജോയ്സ്. അപ്പൊ അതിനിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഫണ്ണി ചിരിച്ചുകൊണ്ടുള്ള കളിച്ചുകൊണ്ടുള്ള സെൽഫികൾ എടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. വി വാച്ച് കാർട്ടൂൺസ് ആൻഡ് ഡാൻസ് അറൗണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാർട്ടൂണ് കാണുകയും അത് കണ്ട് ഡാൻസ് കളിക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ലാഫ് അൺടിൽ വി ഫാൾ ഇൻ ടു ദ ഗ്രൗണ്ട്. അതെന്താ? ഇങ്ങനെ കാർട്ടൂൺ കണ്ട് ചിരിച്ച് താഴെ വീഴുന്നവരെ ചിരിക്കാറുണ്ട്. വി പ്ലേ ഓൺ ഫോൺസ് ആൻഡ് പെയിന്റ് ഓൺ വാൾസ്. കൂട്ടുകാരെന്താണ് ചെയ്യുന്നത്? മൊബൈലിൽ കളിക്കുകയും അതേപോലെ ചുവരിൽ ചിത്രവും വരയ്ക്കുന്നുണ്ട്. വിത്ത് കൈൻഡ്നെസ് ഷൈനിങ് ഓൺ ഫ്രം ദ ഹാർട്ട്. അപ്പൊ എന്താണ് കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ? എന്താ? മറ്റുള്ളവരോടുള്ള സ്നേഹം അല്ലെങ്കിൽ കാരുണ്യം. ഓക്കെ, അത് നമ്മുടെ ഹൃദയത്തിൽ ഷൈൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ഓൾ വി ഡു. അപ്പൊ എന്താണ്? ഞങ്ങൾ നല്ല കൂട്ടുകാരാണ്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഞങ്ങൾ നല്ല കൂട്ടുകാരാണ്. ആൻഡ് വിഷ് ഈച്ച് ഡേ വാസ് പ്ലേ ടൈം ടു. അപ്പം അവർ ആഗ്രഹിക്കുകയാണ് ഓരോ ദിവസവും ഇങ്ങനെ കളി തമാശയാൽ മുന്നോട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് പോകണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഫ്രണ്ട്സ് ഫോർ എവർ എന്ന് പറയുന്ന പോം. ഓക്കെ, അപ്പൊ ഈ പോം എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഡു ദ സ്പീക്കർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എൻജോയ് ഡൂയിങ് ടുഗെദർ. അപ്പം എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഈ ഫ്രണ്ട്സ് അവർ ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഡു ദ സ്പീക്കർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എൻജോയ് ഡൂയിങ് ടുഗെദർ. റീഡിംഗ് ബുക്സ് ആൻഡ് ഡൂയിങ് ഹോംവർക്ക്. ബുക്ക് വായിക്കുകയും ഹോംവർക്ക് ചെയ്യുകയാണോ? അല്ല. കുക്കിംഗ് ആൻഡ് ഗാർഡനിങ്. ഭക്ഷണം പാചകം ചെയ്യുന്നതും ഗാർഡനിങ് ചെയ്യുന്നതുമാണോ? അല്ല. പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലേയിങ് ഓൺ സ്വിങ്സ്. ഇവിടെ പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺ അല്ലേ? അതാണ് കറക്റ്റ് ആൻസർ. പെയിന്റിംഗ് വാൾസ് ആൻഡ് ക്ലീനിങ് റൂംസ്. പെയിന്റിംഗ് വാൾസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ക്ലീനിങ് റൂംസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ആക്യുറേറ്റ് ആയിട്ട് ഉത്തരം എന്താണ്? പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയാലോ. വാട്ട് ഡസ് ദ ലൈൻ വിത്ത് കൈൻഡ്നെസ് ഷൈനിങ് ഫ്രം ഹാർട്ട് സേസ് അബൌട്ട് ഫ്രണ്ട്സ്. അപ്പൊ ഇവിടെ വിത്ത് കൈൻഡ്നെസ് ഷൈനിങ് ഫ്രം അവർ ഹാർട്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ദേ ലുക്ക്. അവര് എങ്ങനെയാണോ കാണുന്നത് അങ്ങനെയാണോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്? അല്ല. ഇറ്റ് ഷോസ് ദേ ഹാവ് ഫ്ലാഷ് ലൈറ്റ്സ്. അവർക്ക് മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ്സ് ഉണ്ടെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. ഇറ്റ് സേസ് അബൌട്ട് വാല്യൂ ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. അതെ, അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ മൂല്യത്തിനെ കുറിച്ചാണ് വിത്ത് കൈൻഡ്നെസ് ഷൈനിങ് ഫ്രം ദ ഹാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ വെദർ. കാലാവസ്ഥേനെയാണോ അത് ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. ഇതാണ് സി ആണ് ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം. വാട്ട് ഈസ് ദ ഇമോഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദ പോം. ഈ പോമില് എന്ത് ഇമോഷൻ ആണ്? സാഡ് ആണോ? ഹാപ്പിനെസ് ആണോ? ജോയ് ആണോ? എന്താണ് ഈ പോമില് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഇമോഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ആങ്കർ, ദേഷ്യമാണോ? അല്ല. ജോയ്, സന്തോഷാണോ? അതെ. ഫിയർ, പേടി ആണോ? അല്ല.
സർപ്രൈസ്, ആശ്ചര്യമാണോ? അല്ല, ഒരിക്കലും അല്ല, ജോയ് ആണ്. കണ്ടോ? ഷെയർസ് അവർ ജോയ്സ്. ഓക്കെ. You and your friends have so much fun together. Write one of the fun thing you enjoy doing together. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇതേപോലെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ. അപ്പൊ സന്തോഷത്തോടെ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇവിടെ എഴുതാനാണ് പറയുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന me and my friends tried to swim in the pond during our ഓണം വെക്കേഷൻ. ഓണം വെക്കേഷന്റെ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അടുത്തുള്ള കുളത്തിൽ സന്തോഷത്തോടെ ആർത്തുല്ലസിച്ച് നീന്തി എന്നുള്ളതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഓക്കെ. അപ്പോൾ കൂട്ടുകാർ ഈ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതിയെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത് നോക്കിയാലോ? എഡിറ്റിംഗ്. റീഡ് ആൻഡ് എഡിറ്റ് ദ ഫോളോയിങ്. ഇവിടെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിന് കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക? റീഡ് ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൈ ഈസ് നെയിം ഐനു. I am 10 years old. My best friend is Aisha. She is a good girl. We go by school together. അപ്പൊ ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വായിക്കുമ്പോഴേ അറിയാം അതൊരു ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് അല്ല. അപ്പൊ നമുക്ക് നോക്കിയാലോ? മൈ ഡാഷ്, മൈ ഈസ് നെയിം എന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. അപ്പൊ എങ്ങനെയാണ് അത് വരിക? മൈ നെയിം ഈസ് എന്നാണ് വരിക. ഈസ് നെയിം ഐനു എന്ന് പറയില്ല. മൈ നെയിം ഈസ് ഐനു. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, മൈ നെയിം ഈസ് ഐനു. ഓക്കെ. പിന്നെ ഐനു എന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ആണ്. ഓക്കെ. അപ്പൊ അടുത്ത സെന്റൻസ് കൊടുക്കുമ്പോൾ എന്താണ്? ക്യാപ്സ് ലെറ്റർ ആണ് വേണ്ടത്. ഇവിടെ സ്മോൾ ലെറ്ററിലാണ് ഐ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ? ക്യാപ്സ് ലെറ്ററിൽ I am 10 years old. ഓക്കെ. I am 10 years old. ഫുൾ സ്റ്റോപ്പ് ആണ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം ക്യാപ്സ് ലെറ്ററിൽ മൈ ബെസ്റ്റ് ഡാഷ് ഇസ് ഐഷ. ഇവിടെ ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് നോക്കിക്കേ, FREIND എന്നാണ്. അപ്പൊ ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് എഴുതുന്നത് എങ്ങനെയാണ്? FRIEND. ഫ്രണ്ട് ഇസ് ഐഷ. ഷീ ഈസ് ആൻ വരുമോ? ആൻ എപ്പോഴാണ് യൂസ് ചെയ്യുക? വവൽസ് AEIOU. ആ വവൽസിന്റെ ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ആൻ യൂസ് ചെയ്യുക. AEIOUല് G വരുന്നില്ലല്ലോ. ഇപ്പൊ ഗുഡിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ G ആണ്. അപ്പൊ ഇവിടെ ഒരിക്കലും വവൽ ആയിട്ടുള്ള ആൻ യൂസ് ചെയ്യില്ല. ഓക്കെ. AEIOU എന്ന് പറഞ്ഞാല് വവൽസിന്റെ ഫ്രണ്ടിൽ മാത്രമേ നമ്മൾ ആൻ യൂസ് ചെയ്യുള്ളൂ. G ഒരു വവൽ അല്ല. അത് കാരണം എന്താ? ഷീ ഇസ് എ ആണ് വരിക, ആൻ അല്ല. ഈസ് എ ഗുഡ് ഗേൾ. ഓക്കെ. വി ഗോ ബൈ സ്കൂൾ ടുഗെദർ. നമ്മൾ ബൈ ആണോ പറയുക? സ്കൂളിലേക്ക് പോകുന്നത് ബൈ സ്കൂൾ എന്ന് ഒരിക്കലും പറയില്ല. വി ഗോ ടു സ്കൂൾ ടുഗെദർ. ഓക്കെ. അപ്പൊ കൂട്ടുകാർക്ക് ഈ കൊടുത്തിരിക്കുന്ന സെന്റൻസിലെ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് കരുതുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടന്നാലോ? തോട്ട്സ് ആണ്. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ്. അപ്പം 3Aയും 3Bയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കൂട്ടുകാർ ഏതാ എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഒരു ബേസ് എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ വരിക എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. നമുക്ക് നോക്കിയാലോ? 3A. ചെസ്റ്റർ കുഡ് നോട്ട് സ്ലീപ് ദാറ്റ് നൈറ്റ്. അപ്പൊ ചെസ്റ്ററിന് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ടുമോറോ ഈസ് മൈ ഫസ്റ്റ് ഡേ ടു സ്കൂൾ. അപ്പം നാളെ എന്ന് പറയുന്നത് എന്താണ്? ചെസ്റ്ററിന്റെ ഫസ്റ്റ് ഡേ ആണ്, സ്കൂളിൽ പോകുന്ന ഫസ്റ്റ് ഡേ ആണ്. ഹി തോട്ട്, അവൻ ആലോചിക്കാൻ തുടങ്ങി. ഹി ഫെൽറ്റ് ലേസി, അവൻ ചിന്തിച്ചിട്ട് അവന് മടി പിടിച്ചു. ചെസ്റ്റർ വാസ് വെറീഡ് ആൻഡ് അപ്സെറ്റ്, അവൻ ആകെ സങ്കടത്തിലായി. ഹി വാണ്ടഡ് ടു സ്റ്റേ അറ്റ് ഹോം ആൻഡ് പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അവൻ എന്താണ്? അവന് വീട്ടിലിരുന്നിട്ട് അവന്റെ ഫ്രണ്ട്സുമായിട്ട് കളിച്ചാൽ മതി, അവന് സ്കൂളിൽ പോകാൻ ഒട്ടും താല്പര്യമില്ല. അപ്പൊ റൈറ്റ് ഡൗൺ ചെസ്റ്റേഴ്സ് തോട്ട്. അപ്പൊ ചെസ്റ്ററിന്റെ തോട്ടുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡസ് ചെസ്റ്റർ ലൈക്ക് ടു ഗോ ടു സ്കൂൾ. ഈ ഇതിനെ നമ്മൾ ഇങ്ങനെ അവന്റെ തോട്ടായിട്ട് എഴുതാൻ നമുക്ക് നോക്കാം. ഡസ് ചെസ്റ്റർ ലൈക്ക് ടു ഗോ ടു സ്കൂൾ. ഓക്കെ. അപ്പൊ അവന്റെ തോട്ട് എന്താ? നോ, ഹി ഡിഡ്ന്റ് seem like it. He was worried
and upset about going to school tomorrow. അവൻ എന്തായിരുന്നു അത് അവനെ ആലോചിച്ചിട്ട് സങ്കടവും വിഷമമായിരുന്നു. He wanted to stay home and play with his friends instead. സ്കൂളിൽ പോകാൻ കഴിയാത്ത കാരണം അവൻ എന്താ ചെയ്യേണ്ടത്? അവന് വീട്ടിൽ തന്നെ നിന്നിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാനായിരുന്നു അവനിഷ്ടം. Will he miss his home? Yes, he want to stay home and play with friends there. അവന് ഒരിക്കലും സ്കൂളിൽ പോകണ്ട, അവന്റെ വീട്ടിൽ നിന്ന് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചാൽ മതി. What will he think about his friends in the forest? കാട്ടിലുള്ള അവന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് അവൻ എന്താണ് ചിന്തിക്കുന്നത്? പ്രോബബ്ലി തിങ്കിങ് അബൌട്ട് പ്ലേയിങ് വിത്ത് ദം അറ്റ് ഹോം ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു സ്കൂൾ. ഹീസ് വാണ്ടിങ് ടു ചിൽ വിത്ത് ദം. അപ്പൊ എന്താണ്, അവന് സ്കൂളിൽ പോകാൻ ഒട്ടും താല്പര്യമില്ല. അത് കാരണം അവന്റെ ഫ്രണ്ട്സുമായിട്ട് അവന് വീട്ടിൽ തന്നെ ഇരുന്ന് കളിക്കാനാണ് അവന്റെ ആഗ്രഹം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 3B. The clone saw a blue engine coming. ഓക്കെ, അപ്പൊ ഈ ക്ലോൺ ജോക്കർ എന്ത് കണ്ടു? ഒരു ബ്ലൂ എൻജിൻ വരുന്നത് കണ്ടു. Will you pull us over the mountain? അപ്പം ഈ ബ്ലൂ എൻജിൻ ഈ ട്രെയിനിനോട് പറഞ്ഞു, ബ്ലൂ എൻജിനോട് ഈ ക്ലോൺ ചോദിച്ചു, നിനക്ക് ഞങ്ങളെ ഈ മലേന്റെ മേലെ കൂടെ പുള്ളി ചെയ്ത് കൊണ്ടുപോവാൻ പറ്റുമോന്ന്. The boys and girls will have no toys or good friends, good food. അപ്പൊ എന്താണ്, ബോയ്സിനും ഗേൾസിനും ടോയ്സും ഗുഡ് ഫുഡും ഉണ്ടാവില്ല. ഇത് ക്ലോൺ സെഡ്. അപ്പൊ ക്ലോൺ ഇങ്ങനെ പറഞ്ഞു, മലേന്റെ മേലെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ടോയ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. The little blue engine thought for a while. അപ്പൊ ഈ ബ്ലൂ എൻജിൻ എന്ത് ചെയ്തു? കുറച്ചു നേരം ആലോചിച്ചു. Write down the thoughts of little blue engine. അപ്പം ഈ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്തൊക്കെയാ ചിന്തിച്ച് കാണാന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് ക്ലൂസ് കൊടുത്തിട്ടുണ്ട്. Will the blue engine be able to pull the train? അപ്പൊ ഈ ബ്ലൂ എൻജിന് ഈ ട്രെയിനിനെ പുള്ള് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ്. The little blue engine thinks, I am small. ഞാൻ ചെറുതാണ്. But I have got heart. എനിക്കൊരു ഹൃദയമുണ്ട്. I might not be the biggest engine. ഞാൻ എന്താണ് ഏറ്റവും വലിയ എഞ്ചിനൊന്നും അല്ല. But I will try my best to pull the train over the mountain. പക്ഷെ എന്താണ്, ഞാൻ എൻ്റെ ഫുൾ എനർജി എടുത്തിട്ട് ഈ എൻജിനെ തള്ളി മലേന്റെ മേലെ കൂടെ പുള്ളി ചെയ്യാൻ ട്രൈ ചെയ്യാന്ന് ആര് ചിന്തിക്കുകയാണ്? ഈ ലിറ്റിൽ ബ്ലൂ എൻജിൻ ചിന്തിക്കുകയാണ്. The engine feels a pang of sadness thinking about the dolls and toys crying. അപ്പൊ എന്താണ്, മലമുകളുടെ മേലെ കൂടെ പോകുമ്പോ ഡോൾസും ഒക്കെ താഴെ വീണ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ബ്ലൂ എൻജിൻ തിങ്ക് ചെയ്യാണ്, ബിക്കോസ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വോണ്ട് ഗെറ്റ് ദം. മലമുകളുടെ ഇടയിൽ കൂടെ പോകുമ്പം ടോയ്സ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. വാവ്, ദോസ് പുവർ കിഡ്സ്, ഐ വോണ്ട് ഹെൽപ്പ്. അപ്പൊ എന്താണ്, ഈ ബ്ലൂ എൻജിൻ പറയാണ്, ഞാൻ ഈ മലനിരന്റെ മേലെ കൂടെ എങ്ങനെയെങ്കിലും അവരെ പുള്ളി ചെയ്ത് കൊണ്ടുപോവാൻ ട്രൈ ചെയ്യാം. The little blue engine thinks, those boys and girls on mountains are counting some time to help them. I will pull the train, they will get their toys and yummy food. I will do my best. അപ്പൊ എന്താണ്, ബ്ലൂ എൻജിൻ പറയാണ്, ആ ബോയ്സിന്റെയും ഗേൾസിന്റെയും കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടാവുന്നുണ്ട്. ഈ മൗണ്ടൻസിന്റെ മേലെ കൂടെ പുള്ളി ചെയ്ത് പോയാൽ മാത്രമാണ് അവർക്ക് ഫുഡൊക്കെ കിട്ടുള്ളൂ. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ മാക്സിമം ട്രൈ ചെയ്ത് അവരെ പുള്ളി ചെയ്ത് കൊണ്ടുപോവാന്നാണ് ആര് തിങ്ക് ചെയ്യുന്നത്? ഈ ലിറ്റിൽ ബ്ലൂ എൻജിൻ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഏകദേശം ഇതേപോലെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അടുത്തത് നോക്കാം. റിഡിൽ. The little train ran along the track. അപ്പൊ എന്ത് ചെയ്തു? ആ ലിറ്റിൽ ട്രെയിൻ എന്ത് ചെയ്തു? ട്രാക്കിന്റെ ഇടയിൽ കൂടെ മെല്ലെ ഓടാൻ തുടങ്ങി. Her carts were full of toys and dolls. എന്താണ്, അവരുടെ ബാക്കിലുള്ള കാട്ടിൽ ഫുള്ള് എന്തായിരുന്നു? ഡോൾസും ടോയ്സും ഉണ്ടായിരുന്നു. Can you identify them? ഈ റിഡിൽ ഫില്ല് ചെയ്യുന്ന രീതിയിൽ എഴുതുക. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇതിൽ എന്തൊക്കെയുണ്ട്? ബിയർ ഉണ്ട്, ജിറാഫ് ഉണ്ട്, എലിഫന്റ് ഉണ്ട്, ക്ലോൺ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ബിയർ, BEAR. ഓക്കെ, ഇവിടെ വരുമ്പോ ബിയർ ആവും. പിന്നെ ഇവിടെ എന്താണ് വരിക?
Giraffe. 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 പിന്നെ ഇവിടെ എന്താ വരിക? BOAT. ബോട്ട് വരും. പിന്നെ ഇവിടെ എന്താണ് വരിക? Elephant. ELEPHANT. ഓക്കെ. പിന്നെ ഇതെന്താണ്? Clown. CLOWN. ഓക്കെ കൂട്ടുകാരെ, ഇതെല്ലാം ശരിയായിരിക്കുന്നു എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടന്നാലോ? കോൺവെർസേഷൻ. അറ്റൻഡ് എനി ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ്. അപ്പം ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, 5A 5B. അപ്പം നമുക്ക് നോക്കിയാലോ? ചെസ്റ്റർ ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ സ്കൂൾ ഗേറ്റ്. ചെസ്റ്റർ എന്താണ്? സ്കൂൾ ഗേറ്റിന്റെ അവിടെ നിൽക്കുവാണ്. ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ചെസ്റ്ററിന്റെ ഫസ്റ്റ് ഡേ ആണ്. ഓക്കെ. ഹി വാസ് worried. Okay, he was worried. Suddenly he met a child named Riley. He too looked sad. അപ്പം അവൻ ചെസ്റ്റർ സ്കൂളിന്റെ ഗേറ്റിൽ ഒറ്റയ്ക്ക് സങ്കടത്തോടെ നിൽക്കുകയാണ് സ്കൂളിൽ പോയാൽ. അപ്പൊ നോക്കുമ്പോൾ അവനെ പോലെ റിലി എന്ന് പറഞ്ഞൊരു വേറൊരു ഫ്രണ്ടും അവിടെ നിൽക്കുന്നുണ്ട്. ചെസ്റ്റർ ഷെയർഡ് ദ സീക്രട്ട് ഓഫ് കിസ്സിംഗ് ഹാൻഡ് ടു കൺഫേം റിലി. അപ്പൊ എന്താണ് കിസ്സിംഗ് ഹാൻഡ് എന്ന് പറയുന്നത്? നമ്മളെ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ യൂണിറ്റില്. അപ്പം ഹാൻഡ് കിസ് ചെയ്തിട്ട് നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ തന്നെ ആലോചിച്ചിട്ട് അപ്പം നമുക്കൊരു ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ വരികയും നമ്മൾ പിന്നെ അത് ഹാപ്പിനെസ്സോടുകൂടി ഫർദർ ആയിട്ടുള്ള ഡേ പോകുകയും ചെയ്യുന്നതാണ് കിസ്സിംഗ് ഹാൻഡ് എന്ന് പറയുന്നത്. അപ്പം റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ ആൻഡ് റിലേ. റൈറ്റ് അറ്റ്ലീസ്റ്റ് 4 എക്സ്ചേഞ്ച്. 4 അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺവെർസേഷൻ ഇവരുടെ എഴുതാനാണ് പറയുന്നത്. അപ്പൊ നോക്കിയാലോ കൂട്ടുകാരെ, എങ്ങനെയാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതെന്ന്. ചെസ്റ്റർ പറയാണ്, ഹലോ ഐ ആം ചെസ്റ്റർ. ഓക്കെ. അപ്പൊ റിലി പറയാണ്, ഹേ ചെസ്റ്റർ, ഐ ആം റിലേ. ഐ എം ഫീലിംഗ് ബിറ്റ് നെർവസ് ഓൺ മൈ ഫസ്റ്റ് ഡേ. അപ്പൊ ചെസ്റ്റർക്കും സ്കൂളിൽ പോകാൻ ഒരു ലിറ്റിൽ ബിറ്റ് നെർവസ് ഉണ്ട്, ഉള്ളിൽ ഒരു പേടിയുണ്ട്. അതേപോലെ റിലേക്കും ഉണ്ട്. അപ്പൊ ചെസ്റ്റർ പറയാം, വാവ് മീ ടു, എനിക്കും ഉണ്ട്. ഓക്കെ. ബട്ട് ഐ ലേൺഡ് എ സീക്രട്ട് ദാറ്റ് മേക്സ് മീ ഫീൽ ബെറ്റർ. പക്ഷെ എന്താണ്? ചെസ്റ്റർ പറയാണ്, എൻ്റെ അടുത്തൊരു സീക്രട്ട് ഉണ്ട്, എന്നെ തന്നെ നല്ല സമാധാനത്തോടെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിംഗ് ഹാൻഡ്. അതിന് എന്തെന്നാണ് പറയുന്നത്? കിസ്സിംഗ് ഹാൻഡ് എന്നാണ് പറയുന്നത്. അപ്പൊ റിലേ ചോദിക്കുകയാണ്, ദ കിസ്സിംഗ് ഹാൻഡ്, വാട്ട്സ് ദാറ്റ്? അതെന്താണെന്ന് ചെസ്റ്ററോട് റിലേ ചോദിക്കുകയാണ്. അപ്പൊ ചെസ്റ്റർ പറയാണ്, ഇറ്റ്സ് വെൻ യു കിസ് യുവർ ഹാൻഡ് ആൻഡ് പ്രസ് ഇറ്റ് ടു യുവർ ചീക്ക്. It reminds you that someone loves you even when you are away. അപ്പൊ എന്താണ് ചെസ്റ്റർ പറയുന്നത്? When you kiss your hand and press to your cheek. ആദ്യം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉമ്മ വെക്കുകയും അത് നിങ്ങളുടെ ചീക്കിൽ കവിളിൽ പ്രസ് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്താണ്? അങ്ങനെ ചെയ്യണം എന്നാണ് ഫസ്റ്റ് പറയുന്നത്. ഓക്കെ. നിങ്ങളുടെ കയ്യിൽ ഉമ്മ വെച്ചിട്ട് അത് നിങ്ങളുടെ കവിളിൽ പ്രസ് ചെയ്യുക. അപ്പൊ എന്താണ് റിമൈൻഡ് ചെയ്യുക? ഇറ്റ് റിമൈൻഡ്സ് യു ദാറ്റ് someone loves you. അത് എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? നിങ്ങളെ ആരോ ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല എന്നാണ് ചെസ്റ്റർ ആരോട് പറയുന്നത്? റിലേനോട് പറഞ്ഞത്. റിലേ, ഹോ ദാറ്റ് സൗണ്ട്സ് നൈസ്. അത് നല്ല കാര്യമാണല്ലോ എന്ന് റിലേ ചെസ്റ്ററോട് പറയാണ്. കിസ്സസ് ഹാൻഡ് ആൻഡ് പ്രസ് ടു ചീക്ക്. ഐ ഫീൽ ബിറ്റ് ബെറ്റർ നൗ. അപ്പൊ റിലേ പറയാണ്, ഇപ്പൊ ഇങ്ങനെ ചെയ്തപ്പം എനിക്ക് ഒരു ബെറ്റർനെസ്, എനിക്കൊരു എന്താ പറയാ, എനിക്കൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് റിലേ ചെസ്റ്ററോട് പറയാണ്. Chester, see, it works. Now we will both do great on our first day. അപ്പം ചെസ്റ്റർ പറയാണ്, കണ്ടോ ഇത് നല്ലൊരു സീക്രട്ട് ആണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേർക്കും ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും എന്ന് പറയാണ്. ഓക്കെ. അപ്പൊ കൂട്ടുകാരും ഇതേപോലെ ചെസ്റ്ററുടെയും റിലേന്റെയും കോൺവെർസേഷൻ എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. 5Bയിൽ എന്താണ്? സെയിം കോൺവെർസേഷൻ തന്നെയാണ് എഴുതേണ്ടത്. ആരൊക്കെ തമ്മിലുള്ളതാണ്? ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ. ഓക്കെ. At last the little blue engine pulled the little train to the top of the mountains. The dolls and animals cried out of joy. You did a great job. I never thought we could do it. The little train congratulated the blue engine. Okay. അപ്പൊ ഇവിടെ എന്താണ്? ലിറ്റിൽ എഞ്ചിൻ ഇവരോടൊരു ഹെൽപ്പ് ചോദിക്കുകയാണ്. ആരോട്? ലിറ്റിൽ ബ്ലൂ എഞ്ചിനോട്. എന്താണ്? മലനിരകളുടെ മേലയിലൂടെ അവരെ വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്.
അപ്പൊ എന്താണ് ബ്ലൂ എഞ്ചിൻ ചെയ്യുന്നത്? ഈ ലിറ്റിൽ ട്രെയിനിനെ വലിച്ച് മലനിരകളുടെ ഇടയിൽ കൂടെ അപ്പുറത്തേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇത് ലിറ്റിൽ ബ്ലൂ ട്രെയിന് ഈ ലിറ്റിൽ ബ്ലൂ എഞ്ചിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. അപ്പൊ അവര് തമ്മില് നടത്തുന്ന ഒരു കോൺവെർസേഷൻ ആണ് നമുക്ക് എഴുതേണ്ടത്. നോക്കിയാലോ കൂട്ടുകാരെ. The little train. Oh little blue engine, you are great. അപ്പം ലിറ്റിൽ ട്രെയിൻ പറയാണ് നിങ്ങൾ വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ താങ്ക്സ്. അപ്പൊ ലിറ്റിൽ ബ്ലൂ ട്രെയിന് ലിറ്റിൽ ബ്ലൂ എഞ്ചിനെ കൺഗ്രാജുലേറ്റ് ചെയ്തപ്പം ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്ന് പറയാം താങ്ക്സ് ലിറ്റിൽ ട്രെയിൻ. I wasn't sure if could pull you up the steep mountain but I did it. അപ്പം ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ പറയാണ് ഞാൻ ഒരിക്കലും നിങ്ങൾ ഈ മലനിരകളുടെ മേലെ കൂടി ഇങ്ങോട്ടേക്ക് പുള്ളി ചെയ്ത് കൊണ്ടുവരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാനത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ദ ലിറ്റിൽ ട്രെയിൻ. വൗ, ഐ എം സോ ഹാപ്പി യു ഡിഡ് ഇറ്റ്. ഞാൻ വളരെ സന്തോഷവാനാണ്. എന്താണ്? താങ്കൾ അത് ചെയ്തിരിക്കുന്നു. ഐ വാസ് ബിറ്റ് വറീഡ് വി ഡിഡ്ന്റ് സ്റ്റക്ക് ഹാഫ് വേ. അപ്പം ലിറ്റിൽ ട്രെയിൻ പറയാണ് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു നിന്നു പോവോന്ന്, പക്ഷെ നമ്മൾ എവിടെയും നിന്നു പോവാതെ ഇങ്ങോട്ടേക്ക് എത്തിയെന്ന് ലിറ്റിൽ ട്രെയിൻ ആരോട് പറയാണ്? ലിറ്റിൽ ബ്ലൂ എഞ്ചിനോട് പറയാണ്. അപ്പൊ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്താ പറയാ? ഹി നോ വേ, ഐ എം ഹാർഡ് വർക്കർ. ഞാൻ ഒരു ഹാർഡ് വർക്കർ ആണ്. ഐ എം ഗ്ലാഡ് ദ ഡോൾസ് ആൻഡ് ആനിമൽസ് ആർ ചിയറിംഗ് ഫോർ അസ് നൗ. അപ്പൊ എന്താണ്? ഡോൾസും ആനിമൽസ് ഒക്കെ നമുക്ക് വേണ്ടി ചിയറപ്പ് ചെയ്യാണെന്ന്. ദ ലിറ്റിൽ ട്രെയിൻ പറഞ്ഞു മീ ടു, വി മേക്ക് എ ഗ്രേറ്റ് ടീം, താങ്ക്സ് ഫോർ ഫുള്ളിങ് മീ അപ്പ്. അപ്പൊ ലിറ്റിൽ ട്രെയിൻ പറയാണ് ഞങ്ങളെ മലനിരകളുടെ മേലെ കൂടെ പുള്ളി ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് വളരെ നന്ദിയുണ്ടെന്ന് പറയാണ്. ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്താ പറയുന്നത്? എനി ടൈം ലിറ്റിൽ ട്രെയിൻ വി ഡിഡ് ഇറ്റ് ടുഗെദർ. അപ്പൊ എന്താണ് പറയുന്നത്? നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് അത് ചെയ്തതെന്ന് പറയാണ്. ഓക്കെ. അപ്പൊ കൂട്ടുകാർ ഇതേപോലെ ഏകദേശം ഇതേപോലെയൊക്കെ 4 കോൺവെർസേഷൻ എഴുതിയ മാർക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. Picture story. Events of a story are given below. Develop the events into a story. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഒരു പട്ടിക്കുട്ടി ഒരു കോഴീനെ ഓടിക്കുന്നത്. ഐ വിൽ ക്യാച്ച് യു നൗ എന്ന് ഈ പട്ടിക്കുട്ടി കോഴീനോട് പറയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ പട്ടി ആ കോഴീനെ കടിച്ചുകൊണ്ട് പോവാണ്. ഊപ്സ്, ഐ ഫെൽ ഇൻടു എ ബിഗ് ഹോൾ. പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു? പട്ടി ഒരു വലിയ കുഴിയിൽ വീണു. കുഴിയിൽ വീഴുന്ന വീഴ്ചയിൽ എന്ത് ചെയ്തു? ഈ കോഴി പറന്നു പോവുകയാണ്. ഹോ ഗോഡ്, ഐ ആം സേഫ്. അപ്പൊ കോഴി പറന്നിട്ട് ഒരു ഫെൻസിന്റെ മേലെ പോയിരിക്കുകയാണ്. അപ്പൊ എന്താണ്? ഈ പട്ടിക്ക് പിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കോഴി രക്ഷപ്പെടുന്നതാണ് ഈ സ്റ്റോറി ലൈൻ. അപ്പൊ ഞാനൊരു ബേസ് സ്റ്റോറി എഴുതിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാവുന്നതാണ് കേട്ടോ കൂട്ടുകാരെ. നോക്കിയാലോ. ഇൻ എ സണ്ണി ഫീൽഡ് a hen was out playing when a big dog spotted him. The dog was super excited and chased after the hen thinking I will catch you now. The hen was running as fast as his little legs could carry him. But as the dog was closing in, the hen didn't see a big hole in the ground and suddenly fell into it. Oops, I fell into the big hole. Aravarne dog. The hen thought probably a bit shaken up. The dog stopped right at the edge of the hole, looking down but deciding not to jump in. Instead, the dog ran into nearby fence and jumped over it. Okay. Once he was on the other side, he breathed sigh relief thinking, oh God, I am safe. Guess the hen was lucky to escape the dog's chase by falling into the hole. അപ്പോൾ ഇവിടെ എന്താണ്? കോഴി ആ പട്ടീന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ചെറിയൊരു സ്റ്റോറി പോലെ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് സിമ്പിൾ ആയിട്ട് ഒരു 4-5 സെന്റൻസിലും എഴുതാവുന്നതാണ്. ഓക്കെ. അപ്പം
നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതേപോലെ നിങ്ങളുടെ ഓരോ യൂണിറ്റ്സിലെ പോർഷൻസ് ഒക്കെ ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽസിലെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. താങ്ക് യു സോ മച്ച്.